നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി പാലശ്ശേരി ചേട്ടംകുന്ന് റോഡിൽ ഇന്ന് കാലത്ത് വീശിയടിച്ച കാറ്റിൽ MKR ഫ്രൂട്ട് കടയുടെ ഗോഡൌണിന്റെ മേൽക്കൂര തകർന്നു. റോഡരികിൽ നിർത്തിയിരുന്ന ഓട്ടോയുടെ മുകൾ ഭാഗവും സമീപത്തു കൂടെ കടന്നുപോകുന്ന കാറിന്റെ പുറകുവശത്തെ ചില്ലും തകർന്നിട്ടുണ്ട്. പാലശ്ശേരി ചേട്ടംകുന്ന് റോഡിലെ MKR ഫ്രൂട്ട്സ് ഗോഡൌണിന്റെ മുകളിലത്തെ നിലയിലെ മേൽക്കൂരക്കാണ് ശക്തമായ കാറ്റിൽ തകർന്ന് വൻ നാശനഷ്ടമുണ്ടായത്. ഇന്ന് രാവിലെ 6:30യോടെയാണ് സംഭവം നടന്നത്. 2 മിനിറ്റ് വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് ആസ്പെറ്റോസ് മേൽക്കൂരയും ജനലുകളും ചില്ലുകളും തകർന്നത്. മുറിയിൽ ഉറങ്ങുകയായിരുന്ന പാലക്കാട് സ്വദേശി മണികണ്ഠൻ, ബീഹാർ സ്വദേശി മുഹമ്മദ് മുക്കീം അൻസാരിക്കും നിസ്സാര പരിക്കേറ്റു. ശക്തമായ കാറ്റിൽ മേൽക്കൂര തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ വീണ് മുക്കീം അൻസാരിക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവം 6:30ക്കാണ് സംഭവം ഉണ്ടായിരുന്നു. ഉറക്കത്തിൽ എണീക്കുമ്പോൾ കാറ്റ് വന്നിട്ട് ഗ്ലാസ് കിടന്നുടന്ന് ഞാൻ പെട്ടെന്ന് വെച്ചപ്പോൾ കയ്യിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് പൊട്ടി പൊട്ടിയത് പരിവാരം കുഴപ്പമില്ല. ആർക്കും കൈ കഴിഞ്ഞ് മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല. ഹോസ്പിറ്റലിൽ പോകണം. ജനൽ ചില്ലുകൾ തകർന്ന് മണികണ്ഠന്റെ ഇടത്ത് കാലിന് മുറിവേറ്റിട്ടുണ്ട്. മേൽക്കൂര തകർന്ന് വീഴുന്നതിനിടയിൽ മുൻവശത്തെ റോഡിൽ കൂടി കടന്നു പോവുകയായിരുന്ന സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിന്റെ ഫാദർ അഖിൽ മുക്കിഴിയുടെ കാറിന്റെ പിൻവശത്ത് ആസ്പെറ്റോസ് പാളികൾ പതിച്ച് ചില്ലുകൾ തകർന്നിട്ടുണ്ട്. കാറിന്റെ ബോഡിക്കും കേടുപാടുകൾ സംഭവിച്ചു. റോഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന സ്വകാര്യ ഓട്ടോറിക്ഷയിൽ ആസ്പെറ്റോസ് പതിച്ച് മേൽഭാഗം ഭാഗികമായി തകർന്നു. നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത്. ഒരാൾക്ക് ചെറിയ പരിക്കുണ്ട്. മരണമൊക്കെ ഒക്കെ പറയിച്ചിട്ട് നല്ലത് അവിടെ തന്നെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇവിടുന്ന് ഇപ്പോൾ കൗൺസിലർ പറഞ്ഞല്ലോ, ഇവിടുന്ന് മുകളിലുള്ള ഷീറ്റ്സും ഈ റോഡ്സും പാറി വീണപ്പോൾ റോഡിലൂടെ പോകുന്ന വണ്ടികൾ, പിന്നെ താഴെ പാർക്ക് ചെയ്ത് നമ്മുടെ താഴെയുള്ള ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൻ്റെ ഒരു ഓട്ടോറിക്ഷയാണ്. അതിൻ്റെ മുകളിലാണ് ഇതൊക്കെ അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളാണ്. പിന്നെ ഇരുമ്പിൻ്റെ റോഡാണ്. അപ്പോൾ അതിൽ ഓട്ടോറിക്ഷയ്ക്ക് നല്ല ഡാമേജ് പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാന്റ് ജോസിലെ അച്ഛനുണ്ട്, അഖിൽ എന്ന് പറഞ്ഞ അച്ഛൻ. അവരോട് ജോസ്ഗിരി അവിടെ കോൺവെന്റിലേക്ക് പോകുന്ന വഴിക്ക് ആണ് സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ വീഡിയോ ഉണ്ട്, CCTV വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ കാറിൻ്റെ മുകളിൽ വീണിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ ഈ ഷീറ്റ്സും റോഡ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങളും, പിന്നെ ജനലിൻ്റെ ഇതും, പിന്നെ 2 പേർക്ക് ഇവിടെ താമസിക്കുന്ന 6:22 എക്സാക്ട്ലി സംഭവം നടക്കുന്നത്. കേളോത്ത് ഫാത്തിമയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. വിവരം പറഞ്ഞ് വാർഡ് കൗൺസിലർ PP സമീറ, കോൺഗ്രസ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് M നസീർ, NK മഹമ്മൂദ്, നബീൽ, M നദീറ എന്നിവർ സന്ദർശിച്ചു. ഇന്നലെ 6 മണിക്ക് ശേഷം അടിച്ച ഒരു കാറ്റാണ്. ഈ കാറ്റിലുള്ള നാശനഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇരുന്നത്. മേലെയുള്ള ഷീറ്റുകളും മറ്റു ഗ്ലാസുകളും ജനൽ ചില്ലുകളും എല്ലാം പൊട്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഫുട്പാത്ത് കച്ചവടക്കാരൻ തലശ്ശേരി പ്രസിഡൻ്റാണ്. അവിടെ വെച്ചിട്ടാണ് ഇവിടെയുള്ള തൊഴിലാളികൾ വന്ന് എന്നെ അറിയിച്ചു. ഞാൻ ഇവിടെ ഒരു 7 മണിക്ക് എത്തിയതിൻ്റെ ശേഷം ഇതെല്ലാം കണ്ട് ഇതിൻ്റെ നാശനഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം ഒരു 2 ലക്ഷം ഉറുപ്പികയുടെ നഷ്ടങ്ങൾ കാണുന്നുണ്ട്. സമഗ്ര ന്യൂസ് തലശ്ശേരി.